നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പോലീസ് സ്റ്റേഷനിലെത്തിയവരെ തെരുവ് നായകൾ കടിച്ചു. രണ്ടുപേർക്ക് നായയുടെ കടിയേറ്റു. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പനച്ചുവിള, കരുകോൺ സ്വദേശികൾക്കാണ് നായയുടെ കടിയേറ്റത്. ട്രെയിനിൽ കയറുന്നതിനിടെ യാത്രക്കാരൻ ട്രാക്കിലേക്ക് വീണു. റെയിൽവേ ജീവനക്കാരന്റെ ഇടപെടലിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ. കൊല്ലം റെയിൽവേ ജംഗ്ഷനിൽ വഞ്ചനാട് എക്സ്പ്രസിൽ കയറുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലം ജില്ലയിലെ പ്രഥമ കുടുംബശ്രീ പ്രീമിയം കഫേ ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ള വലിയ ഭക്ഷ്യശാല ശൃംഖല ആരംഭിക്കുക ലക്ഷ്യം. പന്മന വെറ്റമുക്കിലാണ് പ്രീമിയം കഫേ ആരംഭിച്ചത്. റേഷൻ കടക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. 100 കിലോ വരെ സ്റ്റോക്ക് വ്യത്യാസത്തിന് പിഴ ചുമത്തില്ല. ഉത്തരവ് ഉടൻ ഇറങ്ങും. വിശദമായ വാർത്തകളിലേക്ക്. പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ രണ്ടുപേരെ സ്റ്റേഷനിൽ കിടന്ന നായ്ക്കൾ കടിച്ചു പരിക്കേൽപ്പിച്ചു. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പനച്ചുവിള സ്വദേശി അഭിലാഷ്, കരുകോൺ സ്വദേശി ജയസൂര്യ എന്നിവർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത്. പനച്ചുവിള സ്വദേശി അഭിലാഷ്, കരുകോൺ സ്വദേശി ജയസൂര്യ എന്നിവർക്കാണ് നായ്ക്കളുടെ കടിയേറ്റത്. അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന ESI ആശുപത്രി അങ്കണം തെരുവ് നായ്ക്കൾ താവളമാക്കിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം. നമ്മുടെ ഈ ESI ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്ന് വന്നാലും മൊത്തം പട്ടികളാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കടി ഏൽക്കാതെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ഒരു 5-6 എണ്ണം പെട്ടെന്ന് കൂടി. അപ്പോൾ ഇതിനകത്ത് വന്ന് തപ്പി നോക്കുക എല്ലാം കഴിക്കാതിരിപ്പുണ്ടോ. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കടി പറ്റിക്കും. അപ്പോൾ അങ്ങനെ എന്ന് വന്നാലും ഇവിടുത്തെ മാത്രമല്ല, ഈ ESI പൊതുവേ ഉള്ള എല്ലാ ആശുപത്രിയിലും ഇതാ അവസ്ഥ. നമ്മുടെ എവിടെ ഉണ്ടല്ലോ ചീരങ്കാവ്, അവിടെ ഇത് തന്നെ കരി. അപ്പോൾ ഇതിന് അടിയന്തരമായൊരു പരിഹാരം കാരണം. അപ്പോൾ തന്നെ കണ്ടില്ലേ, കുട്ടികളെയൊക്കെ പട്ടി കടിച്ച് മരിക്കുമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിയന്തര നടപടി ഉണ്ടാകും. ഇവിടെ ESI എന്ന് ഓർക്കുമ്പോഴേ നമുക്ക് ഈ പട്ടിയെ ഓർമ്മ വരുന്നു. ഇവിടെ ദിവസവും 100 കണക്കിന് രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. കഴിഞ്ഞയാഴ്ചയിൽ ചികിത്സ തേടിയെത്തിയ ഒരാളെ നായ കടിച്ചതായും നാട്ടുകാർ പറയുന്നു. ആശുപത്രി ജീവനക്കാർ നൽകുന്ന ആഹാരം കഴിച്ചു കഴിയുന്ന 20ഓളം നായ്ക്കളാണ് ESI ആശുപത്രി അങ്കണത്തിലുള്ളത്. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം. ഭരണിക്കാവ് കുണ്ട്ര റോഡിൽ ഊക്കൻമുക്കിനും പുന്നമൂടിനും മധ്യയായിരുന്നു അപകടം. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളും എതിർദിശയിൽ നിന്ന് മാറിയാണ് നിന്നത്. അപകടത്തിൽ കാർ ഓടിച്ചയാൾക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് സൂചന. റോഡിൽ ഇന്ധനം പരന്നൊഴുകിയതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടെങ്കിലും ശാസ്താംകോട്ടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം റോഡിൽ നിന്ന് ഇന്ധനം നീക്കം ചെയ്തു. ശാസ്താംകോട്ട പോലീസ് പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ത്രിതല പഞ്ചായത്ത് മുൻ ജനപ്രതിനിധികൾക്കുൾപ്പെടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെന്ന് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികൾക്കുള്ള ഓണറേറിയം കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നും യോഗം ആവശ്യമുന്നയിച്ചു. ത്രിതല പഞ്ചായത്ത് മുൻ ജനപ്രതിനിധികൾക്കുൾപ്പെടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കണമെന്ന് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കൊല്ലം ജില്ലാ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികൾക്കുള്ള ഓണറേറിയം കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നും പേരയം ഗ്രാമപഞ്ചായത്തിലെ പടപ്പക്കര കുതിരമുനമ്പ് റിസോർട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. കൊല്ലം ജില്ലയിലെ 42 പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ യോഗത്തിൽ പങ്കെടുത്തു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KR ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമയങ്ങളിലെല്ലാം നമ്മൾ പറയുകയുണ്ടായി, ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി, ഇപ്പോൾ ക്ഷേമനിധി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ക്ഷേമനിധി വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ജനപ്രതിനിധികൾക്കും മുൻ ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ പ്രയോജനകരമായ ഒരു ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ഗവൺമെന്റ് അവസാന ഘട്ടത്തിൽ ചർച്ചയിലാണ്. അത് നടപ്പാക്കിയാൽ ഈ തവണ ജനപ്രതിനിധി ആളായവർക്കും ഇതിന് മുൻപായവർക്കും
നാളുകളിലാകുന്നവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു വിപുലമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ ജനപ്രതിനിധികൾക്കായി നടപ്പാക്കാനുള്ള നടപടികൾ. ജില്ലാ പ്രസിഡന്റ് കെ ഷാഹിദ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുഷ്പലത മധു, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര, ഡോക്ടർ രാജശേഖരൻ, പിങ്കി ശ്രീധർ, രാജഗോപാൽ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ജെ സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് കിഴക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് വാഹന പാർക്കിംഗ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്ത് തിരക്കൊഴിവാക്കാൻ ഇതുമൂലം കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഓട്ടോറിക്ഷ പാർക്കിംഗ് ഭാഗികമായി ആരംഭിച്ചെങ്കിലും യാത്രക്കാരുടെ തിക്കും തിരക്കും ഗതാഗതം ദുസ്സഹമാക്കുന്നു. പുതിയ പാർക്കിംഗ് ഏരിയ ഇനിയും വിപുലീകരിച്ചിട്ടില്ല. ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യത്തിനും ഏറെ പഴക്കമുണ്ട്. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനാസ്ഥയും കരാറുകാരുടെ മെല്ലെപ്പോക്കുമാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് അസൗകര്യങ്ങൾക്ക് കാരണമാകുന്നത്. റെയിൽവേ അധികൃതർ അനാസ്ഥ വെടിഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന ആവശ്യവുമായി റെയിൽവേ ആക്ഷൻ കൗൺസിലും രംഗത്തെത്തി. എംപിയും MLAയും വേണ്ട നിർദ്ദേശങ്ങൾ റെയിൽവേ അധികൃതർക്ക് കൈമാറണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ദീർഘദൂര ട്രെയിനുകളായ ചെന്നൈ മെയിൽ, കേരള എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, ജനശതാബ്ദി എന്നിവയുടെ സ്റ്റോപ്പിനായി വർഷങ്ങളായി റെയിൽവേ ആക്ഷൻ കൗൺസിൽ സമരമുഖത്താണ്. തുടർ സമരം ശക്തമാക്കാനും ആക്ഷൻ കൗൺസിൽ ആലോചിച്ചു വരുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യത്തിലെ അപര്യാപ്തതയും ദീർഘദൂര ട്രെയിനുകളുടെ ആവശ്യകതയും കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് ആക്കം കൂട്ടും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ട്രെയിനിൽ കയറുന്നതിനിടെ ട്രാക്കിലേക്ക് വീണയാളെ റെയിൽവേ ജീവനക്കാരൻ രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച രാത്രി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. വഞ്ചനാട് എക്സ്പ്രസിൽ പ്ലാറ്റ്ഫോമിന്റെ മറുവശത്ത് നിന്ന് കയറാൻ ശ്രമിക്കുമ്പോഴാണ് ശാസ്താംകോട്ട സ്വദേശി ട്രാക്കിൽ അകപ്പെട്ടത്. ട്രെയിനിൽ കയറുന്നതിനിടെ ട്രാക്കിലേക്ക് വീണയാളെയാണ് റെയിൽവേ ജീവനക്കാരൻ രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. വഞ്ചനാട് എക്സ്പ്രസിൽ പ്ലാറ്റ്ഫോമിന്റെ മറുവശത്ത് നിന്ന് കയറാൻ ശ്രമിക്കുമ്പോഴാണ് ശാസ്താംകോട്ട സ്വദേശി ട്രാക്കിലകപ്പെട്ടത്. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. സംഭവം കണ്ട റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്മാൻ സുനിൽകുമാർ അപകടം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ട്രാക്കിൽ വീണയാളെ ട്രെയിൻ പ്ലാറ്റ്ഫോം വിട്ടു പോകുന്നവരെ സാഹസികമായി ട്രാക്കിനോട് ചേർത്ത് പിടിച്ചു നിർത്തി. ട്രെയിൻ കടന്നുപോയ ശേഷമാണ് ട്രാക്കിൽ കുടുങ്ങിയ ആളെ എഴുന്നേൽപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പന്മന ഗ്രാമപഞ്ചായത്തിൽ ഷീ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കമായി. വനിതകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, കുറ്റിവട്ടത്ത് പ്രവർത്തിക്കുന്ന കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പന്മന ഗ്രാമപഞ്ചായത്ത്, കുറ്റിവട്ടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എന്നിവ സംയുക്തമായാണ് ഷീ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പരിപാടി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. വനിതകളുടെ ആരോഗ്യ സംരക്ഷണമാണ് ലക്ഷ്യം. പദ്ധതിയിൽ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രസവാനന്തര പരിചരണം, സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച, മറ്റ് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്നിവയുടെ ചികിത്സ സൗജന്യമാണ്. OP വിഭാഗത്തിൽ വനിതാ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീകല ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയുടെ സുരക്ഷയ്ക്കും അത്യാവശ്യമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ഇതിന്റെ ആ ഒരു പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഷീ ഹെൽത്ത്, സ്ത്രീയുടെ ആരോഗ്യം. സ്ത്രീക്ക് കൗമാരത്തിലായാലും യൗവനത്തിലായാലും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതിന് സ്ത്രീ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഒരു കുടുംബം തന്നെ ഉദാഹരണമാണ്. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു കുടുംബം നോക്കി നടത്താനായാലും ഒക്കെ പ്രാപ്തിയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഷീ ഹെൽത്ത് എന്ന പരിപാടിക്ക് ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഒരു കർമ്മം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം മലയിൽ സമദ് സ്വാഗതം പറഞ്ഞു. കൊച്ചറ്റയിൽ റഷീന, AM നൌഫൽ, എസ് ഉഷ, അമ്പിളി, അനീസ നിസാർ, ഷംന റാഫി, H ഹൻസിയ, ഷീല, R സൂറത്ത് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ അനുജ പദ്ധതി വിശദീകരണം നടത്തി. 24-25 സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ തുടങ്ങുന്നൊരു പദ്ധതിയാണ് ഷീ ഹെൽത്ത് എന്നുള്ളത്. ആ ഷീ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആ പേര് മീൻ ചെയ്യുന്നത് പോലെ തന്നെ അവളുടെ ആരോഗ്യം എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്കായുള്ള ഒരു ചികിത്സയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സ്ത്രീകളുടെ ആരോഗ്യത്തിനാവട്ടെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയാവട്ടെ, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു
നമ്മുടെ സ്ത്രീ എന്നുള്ള ഒരു എപ്പോഴാണോ തുടങ്ങുന്നത് അത് മുതൽ ഉള്ള നമ്മുടെ ഒരു 50 വയസ്സ് 60 വയസ്സുള്ള വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഇതിൻ്റെ ഒരു ഗുണഫലം ലഭ്യമാണ്. ഇത് നമ്മൾ തികച്ചും സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ OP ടിക്കറ്റിനുള്ള പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് പരിപൂർണമായും ഫ്രീ ആയിട്ടാണ് എല്ലാ മെഡിസിനും ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഉള്ള ഡോക്ടർമാരെല്ലാവരും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് ഇതിനൊരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം കൂടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തു. പുനലൂർ മണിയാർ ഗവൺമെന്റ് UP സ്കൂളിലാണ് പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ എയർ ഓഡിറ്റോറിയവുമാണ് സ്കൂളിന് സമർപ്പിച്ചത്. പുനലൂർ മണിയാർ ഗവൺമെന്റ് UP സ്കൂളിലാണ് പ്ലാറ്റിനം ജൂബിലി കവാടവും മിനി ഓപ്പൺ ഓഡിറ്റോറിയവും ഉദ്ഘാടനം ചെയ്തത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുറച്ചധികം ഫീസ് കൊടുത്താലും വേണ്ടില്ല, ഏതെങ്കിലും അൺഎയ്ഡഡ് ഫണ്ട് തുടങ്ങിയതിലെ കുട്ടികളെ അയക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മുമ്പ് നേടുന്നത്. അതിൽ നിന്നൊരു മോചനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണം. അതാണ് 9 വർഷക്കാലത്തിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന്റെ ദൃഢപ്രതിജ്ഞ എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നതാണ്. മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നടപ്പിലാക്കാൻ ഒരു വിദ്യാഭ്യാസ മന്ത്രി അന്ന് ചുമതലയേറ്റെടുത്തു. അതാണ് പ്രൊഫസർ രവീന്ദ്രനാഥ്. 57-ലാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇതിനു മുമ്പ് സമൂലമായൊരു മാറ്റം വന്നു. അന്ന് മുഖ്യമന്ത്രി EMS ആയിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രൊഫസറായിരുന്നു, പ്രൊഫസർ ജോസഫ് മുണ്ടാശ്ശേരി. അപ്പോൾ അന്നത്തെ പ്രൊഫസർ ഇന്നത്തെ പ്രൊഫസർ ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് വഴി വന്ന സമൂലമായിട്ടുള്ളൊരു മാറ്റമാണ്. നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നിന്ന് റിട്ടയറായി HM റിട്ടയർ ചെയ്ത പ്രിയപ്പെട്ട ഈ അടുത്ത കാലത്ത് സ്കൂളിൽ നിന്ന് റിട്ടയർ അനിയണ്ണനെ, തന്നെ BSN നിന്ന് റിട്ടയർ ആയിട്ടുള്ള ശ്രീ NSSന്റെ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റും, അപ്പോൾ അതുപോലെ തന്നെ നെറ്റ് ബോൾ കളിക്കുന്നതിന് വേണ്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ ബിനോയ് രാജൻ സ്വാഗതം പറഞ്ഞു. നമ്മുടെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും പുനലൂരിന്റെ വികസന നായകനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഈ മണിയാറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മണിയാറിനെ സംബന്ധിച്ച് പ്രത്യേകം പരിചയപ്പെടുത്താൻ ആളല്ല, എല്ലാവരെയും തൊട്ടറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്താൻ തന്നെ ആദരപൂർവ്വം ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മണിയാർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ജയപ്രകാശ് C. റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2023 ഏപ്രിൽ മാസത്തിൽ 75 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. പക്ഷേ കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് 75 വർഷം പൂർത്തീകരിക്കുന്ന ഒരു അവസരത്തിൽ ഒരു കമ്മിറ്റി കൂടി ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതിനും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏപ്രിൽ മാസം 22-ന് 2023 ആണ്ടിലാണ് ആദ്യമായി ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടി സ്കൂൾ അങ്കണത്തിൽ ചേർന്നത്. അതിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയും അതിൻ്റെ നിർദ്ദേശപ്രകാരം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ തീരുമാനമെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ R. രഞ്ജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, അഷ്ടമംഗലം വാർഡ് കൗൺസിലർ S. പൊടിയൻപിള്ള, പുനലൂർ AEO D. അജയകുമാർ, CDS ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ, PT വൈസ് പ്രസിഡന്റ് മുരുകൻ കേളങ്കാവ്, രേഖ LR, അമ്പിളിപ്രിയ, അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലയിലെ പ്രഥമ കുടുംബശ്രീ പ്രീമിയം കഫേ ഉദ്ഘാടനം ചെയ്തു.
എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ള വലിയ ഭക്ഷ്യശാല ശൃംഖല ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ പ്രീമിയം കഫേ ആരംഭിച്ചത്. പന്മന വെറ്റമുക്കിലാണ് പ്രീമിയം കഫേ ആരംഭിച്ചത്. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ കുടുംബശ്രീ പ്രഥമ പ്രീമിയം കഫേ പന്മന ഗ്രാമപഞ്ചായത്തിലെ ഇൻസൈറ്റ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന സംരംഭ ഗ്രൂപ്പാണ് പ്രവർത്തിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളി തിരുവനന്തപുരം ദേശീയപാത 66ന്റെ വശത്ത് പന്മന വെറ്റമുക്ക് ജംഗ്ഷനിലാണ് പ്രീമിയം കഫേയുടെ പ്രവർത്തനം. ചവറ ബ്ലോക്കിലെ ചവറ, പന്മന, തേവലക്കര ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി കുടുംബശ്രീ വനിതകൾ ഉൾപ്പെടെ 38 പേർക്ക് ഉപജീവനം നൽകുകയാണ് പ്രീമിയം കഫേയിലൂടെ ചെയ്യുന്നത്. കുക്കിംഗ്, സർവീസ്, വാഷിംഗ്, അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് 3 പേരടങ്ങുന്ന സംരംഭക ഗ്രൂപ്പിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിൽ ലഭ്യമാകുന്നത്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നാടൻ ഭക്ഷണ വിഭവങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ചൈനീസ്, അറബിക് വിഭവങ്ങൾ വരെ ലഭ്യമാക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അഷ്ടമുടി കായൽ വിഭവങ്ങളും കടൽ വിഭവങ്ങളും നാടൻ രീതിയിൽ പാകം ചെയ്ത് വിളമ്പുന്നതിനും ഉദ്ദേശിക്കുന്നുണ്ട്. കാറ്ററിംഗ്, കാന്റീൻ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് പ്രാവീണ്യമുള്ള കുടുംബശ്രീയുടെ അംഗീകൃത പരിശീലന സ്ഥാപനമായ ഐഫ്രെയിമിന്റെ സഹായത്തോടെയാണ് ഇവർക്ക് പരിശീലനം നൽകിയത്. ജില്ലയിലെ ആദ്യ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. പക്ഷേ പ്രീമിയം കഫേ ഈ അടുത്ത കാലത്ത് തുടങ്ങി വളരെ വലിയ വിജയമായി. ആദ്യം ഗുരുവായൂരാണ് ആദ്യത്തെ പ്രീമിയം കഫേ തുടങ്ങിയത്. ഇപ്പോൾ ഇത് 11ാമത്തെ പ്രീമിയം കഫേയാണ്. കൊല്ലം ജില്ലയിലെ ആദ്യത്തേതാണ്. ചവറ പ്രദേശമാകുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളുള്ള ഭക്ഷണം കൂടി ചേർത്ത് അത് ഭക്ഷണങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നാണ് കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനാടിസ്ഥാനത്തിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. 80-ലധികം ആളുകൾക്ക് ജോലി കിട്ടും ആ കുടുംബശ്രീ പ്രവർത്തകർക്ക് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ 3 കുടുംബശ്രീ യൂണിറ്റുകൾ പ്രധാനമായും സംരംഭകർ നടത്തുന്നതാണ്. നല്ല ഒന്നാന്തരം മത്സ്യവിഭവങ്ങളായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് രുചിച്ചിട്ട് നല്ല കടൽ വിഭവങ്ങളാണ് കൂടുതൽ. കടലും കായലും കക്കയും കരിമീനും അതുപോലുള്ള ഐറ്റങ്ങൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങളുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ രമ്യ സുനിത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, S സോമൻ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീകല, T മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി ഗായത്രി ജംഗ്ഷനിൽ SPM ആശുപത്രി പാതയിലെ ഓട നിർമ്മാണം പാതി വഴിയിൽ. റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനായാണ് ഓട നിർമ്മാണം ആരംഭിച്ചത്. നഗരസഭ 19.5 ലക്ഷം രൂപ ചെലവഴിച്ച് 2 മാസം മുമ്പ് ഓട നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇത് പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു. കരുനാഗപ്പള്ളി ഗായത്രി ജംഗ്ഷൻ SBM ആശുപത്രി പാതയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള ഓട നിർമ്മാണം പൂർത്തിയാകുന്നില്ല. മഴക്കാലത്ത് പാതയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും പരിസരവാസികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. പലയിടത്തും മുട്ടറ്റം വരെയാണ് വെള്ളം കെട്ടിക്കിടന്നിരുന്നത്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു. വളരെ പ്രയാസകരമായ മഴ പെയ്താൽ ഇതിലേക്കൂടെ നടക്കാൻ ഒക്കത്തില്ല. പായസം പോലെ കിടക്കുക റോഡ്. ഇപ്പം ഒരു ഓട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഓട്ടം എങ്ങനെങ്കിലും അതും സഹിക്കുക. എന്നാലും ഇതങ്ങ് ബാക്കി കോൺക്രീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇപ്പോഴും അഡീഷണൽ വർക്ക് ഉണ്ടാക്കി വീണ്ടും തുക കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ 19.5 ലക്ഷം രൂപ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ 4-1 പോലും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇത് കേൾപ്പോരും കേൾവിയുമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയും. പാതയുടെ ഇരുവശത്തെയും വീടുകളിലേക്കും വെള്ളം കയറിയിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ ഭീഷണിയും ഉയർത്തിയിരുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസ് ഉപരോധം ഉൾപ്പെടെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പല പ്രാവശ്യം സമരം നടത്തി. അതിൻ്റെ ഫലമായിട്ട് ടെൻഡർ ക്ഷണിച്ചു. ഒരു സൊസൈറ്റി ടെൻഡർ കൊടുത്തു. അവർ എഗ്രിമെൻ്റ് വെച്ചില്ല. വീണ്ടും ടെൻഡർ വിളിച്ചു. അവർ വർക്ക് ചെയ്യാതെ എഗ്രിമെൻ്റ് വെക്കാതെ അങ്ങ് പോയി. വീണ്ടും ടെൻഡർ എണിച്ചപ്പോൾ അവർ തന്നെ കൊടുത്തു. വേറെ ആരും കൊടുക്കുക. സൊസൈറ്റി ആകുമ്പം സൊസൈറ്റിക്ക് കൊടുക്കണമെന്നൊരു നിയമമുണ്ട്, മുൻഗണനയുണ്ട്. ഇതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളൊരു സൊസൈറ്റിയാണ്. ഭരണം മുനിസിപ്പാലിറ്റി മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്. മെമ്പർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയാണ്. ജനങ്ങളുടെ നിരന്തരമായ ആവശ്യങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരും പരിഗണിക്കുന്നത് പോലുമില്ല. ഇതിനൊടുവിലാണ് പാതയിൽ ഓട നിർമ്മിച്ച് ദേശീയപാതയുടെ ഓടയിലേക്ക് വെള്ളമൊഴുക്കി വിടുന്നതിന് തീരുമാനമായത്. ഇതിനായി നഗരസഭ 19.5 ലക്ഷം രൂപയും അനുവദിച്ചു. പാതയോരത്ത് ഓട നിർമ്മിച്ച് അതിനു മുകളിൽ സ്ലാബിടുന്ന പദ്ധതിയാണ് അനുവദിച്ചത്. 2 മാസം മുമ്പ് നിർമ്മാണവും തുടങ്ങി. വെള്ളക്കെട്ടുള്ള ഭാഗം മുതൽ ദേശീയപാത വരെ ഓട നിർമ്മിച്ചു. പലയിടത്തും സ്ലാബുകൾ നിരത്തി. ബാക്കി ഭാഗങ്ങളിൽ ഇനിയും സ്ലാബുകൾ ഇട്ടിട്ടില്ല. മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തൊട്ട് പടിഞ്ഞാറത്തുള്ള ആ കുറിച്ചിയുടെ വീട്ടിൽ അവിടെ വീട്ടിൻ്റെ വാതിലിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്ത് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അവർക്ക് പുറത്തോട്ടിറങ്ങാൻ കഴിയുന്നില്ല. രോഗിയായ ഒരു സ്ത്രീയാണ് ഉള്ളത്.
അവർക്ക് ഒരു ആട്ടോ വെച്ച് അങ്ങോട്ട് കയറാൻ ഒക്കത്തില്ല, പുറത്തോട്ട് പോകാൻ വയ്യ. അവരുടെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തേക്കുന്ന സ്ഥലത്ത് വണ്ടി ഇടേണ്ടതാണ്, വണ്ടി ഇടാൻ കഴിയുന്നില്ല. പലരും പറഞ്ഞാൽ അവരൊക്കെ നിലവിളിക്കുകയാണ്. ആശുപത്രി സ്ഥിരമായ രോഗികളാണ്. കൂടാതെ ഓടയുടെ നിരപ്പിലേക്ക് പാതയും ഉയർത്തേണ്ടതുണ്ട്. നിലവിൽ കഷ്ടിച്ച് ഒരു കാറിന് കടന്നുപോകാനുള്ള വീതി മാത്രമാണ് പാതയ്ക്കുള്ളത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം നൽകാനും ഇടമില്ല. എത്രയും പെട്ടെന്ന് ഓട നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉടൻ തന്നെ ഓട നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പടിപ്പുര ലത്തീഫ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ സർഗോത്സവത്തിന്റെ ഭാഗമായുള്ള ക്ലസ്റ്റർ തല മത്സരം ഓച്ചിറയിൽ നടത്തി. ഓച്ചിറ ചവറ ബ്ലോക്ക് ഉൾപ്പെടുന്ന ക്ലസ്റ്ററിന്റെ മത്സരവും പ്രദർശനവുമാണ് ചങ്ങൻകുളങ്ങരയിൽ നടത്തിയത്. അയൽക്കൂട്ടം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവമാണ് ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. അരങ്ങ് 2025 എന്ന പേരിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന ക്ലസ്റ്റർ തല മത്സരങ്ങളുടെ ഓച്ചിറ ചവറ ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് ഓച്ചിറയിൽ നടത്തിയത്. ഇതിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും നടന്നു. പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിരുന്നു. വിവിധ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള പച്ചക്കറി, വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശന വിൽപ്പന മേളയാണ് സംഘടിപ്പിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. റേഷൻ കടക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. 100 കിലോ വരെ സ്റ്റോക്ക് വ്യത്യാസത്തിന് പിഴ ചുമത്തില്ല. സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതോടെ തീരുമാനം നടപ്പാകും. നിലവിൽ പച്ചരിയും പുഴുക്കലരിയും തമ്മിലുള്ള സ്റ്റോക്ക് വ്യത്യാസം 10 കിലോ ആയാൽ പോലും ഉദ്യോഗസ്ഥർ കടക്കാർക്ക് പിഴ ചുമത്താറുണ്ട്. റേഷൻ പച്ചരിയുടെയും പുഴുക്കലരിയുടെയും സ്റ്റോക്കിൽ 100 കിലോ വരെ വ്യത്യാസം വന്നാൽ ഇനി പിഴ ഈടാക്കില്ല. റേഷൻ കടക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത്. സിവിൽ സപ്ലൈസ് വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതോടെ തീരുമാനം നടപ്പാകും. നിലവിൽ പച്ചരിയും പുഴുക്കലരിയും തമ്മിലുള്ള സ്റ്റോക്ക് വ്യത്യാസം 10 കിലോ ആയാൽ പോലും ഉദ്യോഗസ്ഥർ കടക്കാർക്ക് പിഴ ചുമത്താറുണ്ട്. വ്യക്തിവൈരാഗ്യമുള്ള ചില ഉദ്യോഗസ്ഥർ അത് ദുരുപയോഗം ചെയ്തിരുന്നു. ഇതോടെയാണ് പുനഃപരിശോധന വേണമെന്ന് റേഷൻ വ്യാപാരികൾ ശക്തമായി ആവശ്യപ്പെട്ടത്. പച്ചരിയാണ് കുറവെങ്കിൽ പുഴുക്കലരി കൂടുതലുണ്ടാകണം. അതുപോലെ നേരെ തിരിച്ചും. 2 സ്റ്റോക്കും പരിശോധിക്കുമ്പോൾ കുറവ് കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് സംഭരിക്കുന്ന പച്ചരി, പുഴുക്കലരി എന്നിവയ്ക്ക് മാത്രമാണ് ഇളവ്. സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി നേരിട്ട് വിതരണം ചെയ്യുന്ന കുത്തരിയുടെ സ്റ്റോക്ക് വ്യത്യാസം ഇളവിന് പരിഗണിച്ചിട്ടില്ല. ഇതേസമയം റേഷൻ വ്യാപാരികളുടെ വേതനം എല്ലാ മാസവും 15-നകം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴായി. മാർച്ചിലെ വേതനം മെയ് ആയിട്ടും മുഴുവൻ ലഭിച്ചിട്ടില്ല. ഇതുവരെ 3 ഗഡുവായാണ് തുക ലഭിച്ചത്. ഇനി 1 ഗഡു കൂടി കിട്ടാനുണ്ട്. കേന്ദ്രത്തിൽ നിന്നും വിഹിതം ഗഡുക്കളായി ലഭിക്കുന്നതാണ് വിതരണം വൈകാൻ കാരണം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വീടിന്റെ മട്ടുപ്പാവിൽ താമര വിരിയിച്ച് വീട്ടമ്മ. കുലശേഖരപുരം നീലികുളം സ്വദേശിയായ വീട്ടമ്മയാണ് മട്ടുപ്പാവിൽ താമര കൃഷിക്കൊപ്പം സാമ്പത്തിക ഭദ്രതയും നേടുന്നത്. സ്വന്തമായി ഹൈബ്രിഡുകളും ഇവർ വികസിപ്പിച്ചെടുത്തു. താമരയ്ക്കൊപ്പം മുന്തിരിയും വിവിധ ഇനം പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. വീടിന്റെ മട്ടുപ്പാവ് നിറയെ വിവിധ തരത്തിലുള്ള താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ആരുടെയും കണ്ണുകൾക്ക് കുളിർമയേകുന്നതാണ്. ഇടയ്ക്ക് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ആമ്പലുകളും മനം നിറയ്ക്കും. കുലശേഖരപുരം നീലികുളം അനുഗ്രഹയിൽ വീട്ടമ്മയായ ബുഷ്ര എന്ന ബിന്ദുവിന് ഇത് വെറും നേരം പോക്കല്ല, മറിച്ച് ആദായകരമായ ഒരു സംരംഭം കൂടിയാണ്. ചെറുപ്പത്തിൽ ചെടികളോടും പൂന്തോട്ടത്തോടും ഏറെ താല്പര്യമുണ്ടായിരുന്ന ഈ വീട്ടമ്മ 6 വർഷം മുമ്പാണ് താമര കൃഷിയിലേക്ക് കടക്കുന്നത്. പരമ്പരാഗതമായ താമരപ്പൂ കൃഷിയല്ല ഇവിടെ നടക്കുന്നത്, മറിച്ച് ആധുനികമായ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരയുടെയും ആമ്പലുകളുടെയും വിത്തുകൾ വിപണനം ചെയ്യുന്ന ചെറു സംരംഭമാണിവിടെ. ഈ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നതെന്ന് ബുഷറ പറയുന്നു. താമര 6 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 6 അല്ല 7 വർഷത്തോളമായി. ഇതൊരു നല്ല വരുമാന മാർഗം കൂടാണ്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗം, വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമുള്ളൊരു കൃഷിയാണ് താമര കൃഷി. ധാരാളം പേര് ഇത് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇത് താമര കൂടാതെ മറ്റു ചെടികളും ലില്ലീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഏതൊരു വീട്ടമ്മയ്ക്കും സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യയിലും ഇതിന്റെ വിപുലമായ സാധ്യതകൾ ഇപ്പോൾ നിരവധി പേർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വെസ്റ്റ് ബംഗാളാണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്.
എന്നാൽ ഇന്ന് വെസ്റ്റ് ബംഗാൾ, ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട താമരയുടെയും ആമ്പലിന്റെയും തണ്ടും കിഴങ്ങും ഈ വീട്ടമ്മ കയറ്റി അയക്കുന്നുണ്ട്. സ്വന്തം പരീക്ഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡുകളും ഇപ്പോൾ വിൽപ്പനയ്ക്കായി നൽകുന്നുണ്ട്. ഓർഡറുകളെല്ലാം ശേഖരിക്കുന്നത് ഓൺലൈൻ വഴിയാണ്. പിന്നെ താമര കൊണ്ട് ഇത് ഹൈബ്രിഡ് ഇനങ്ങളാണ്. വില കൂടിയത് 100 രൂപ തൊട്ട് 10,000 രൂപ വരെ വിലയുള്ള താമരകളാണ്. ഇതിനെല്ലാം ഓരോ ഐഡിയ ഉണ്ട്. ആ ഐഡിയയുടെ ഇതിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ ഐഡിയ അറിഞ്ഞാലേ ഇത് സെയിൽ ചെയ്യാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർ വീട്ടിലിരുന്ന് ഇത് ചെയ്യുന്നുണ്ട്, താമര കൃഷി ചെയ്യുന്നുണ്ട്. താമര കൂടാതെ മറ്റ് കൃഷികളും ഞങ്ങൾക്കുണ്ട്. മുന്തിരി, അതുപോലുള്ള പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു സന്തോഷവും നൽകുന്നുണ്ട്. പാഴ്സൽ സർവീസുകൾ വഴി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് പതിവ്. 100 രൂപ മുതൽ 12,000 രൂപ വരെ വിലയുള്ള തണ്ടും കിഴങ്ങുമുണ്ട്. സൂക്ഷ്മതയോടെ വേണം ഇവയുടെ കൃഷി. പരിപാലനം എപ്പോഴും ആവശ്യമുണ്ട്. ഒച്ചിന്റെ ഇനത്തിൽപ്പെട്ട ഒരുതരം കീടത്തിന്റെ ആക്രമണം എപ്പോഴും ഉണ്ടാകാം. നല്ല വെയിൽ ലഭിക്കണമെന്നതാണ് പ്രധാനം. 9 മണിക്കൂറെങ്കിലും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരയ്ക്ക് വെയിൽ ലഭിക്കണം. പ്രത്യേക വളം ചേർത്ത മിശ്രിതം അടങ്ങിയ ക്യാനുകളിലാണ് ഇവ നട്ടു വളർത്തുക. താമര കൃഷിയോടൊപ്പം മുന്തിരി, വിവിധ ഇനം പച്ചക്കറികൾ, വ്യത്യസ്ത ഇനം ചെടികൾ തുടങ്ങിയവയും ഈ വീട്ടമ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രമുഖ അഭിഭാഷകനും പ്രവാസിയുമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളിയാണ് ഇവരുടെ ഭർത്താവ്. നാട്ടിലുള്ളപ്പോൾ തന്നെ കൃഷിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി ഭർത്താവും ഒപ്പം കൂടാറുണ്ട്. ഇത് ഇന്ത്യൻ ഹൈബ്രിഡ് ഉണ്ട് താമര ഇനത്തിൽ. വിദേശ ഹൈബ്രിഡ് തായ്ലൻഡ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും ഹൈബ്രിഡുകൾ വന്നിട്ടാണ് ഇത് കൂടുതലും. ഇതിൻ്റെ ട്യൂബേഴ്സാണ് ഇത് നടുന്നത്, താമര നട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. ധാരാളം ഇന്ത്യൻ ഹൈബ്രിഡും ഉണ്ട്, വിദേശ ഹൈബ്രിഡ്. എനിക്ക് എൻ്റേതായ സ്വന്തം ഹൈബ്രിഡും ഉണ്ട്. ഞാനും 3-4 താമരകൾ സ്വന്തമായിട്ട് ഹൈബ്രിഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 2,000 രൂപ വർദ്ധിച്ചു. ഇതോടെ സ്വർണ്ണവില ഒരാഴ്ചയ്ക്ക് ശേഷം 72,000 കടന്നു. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 72,200 രൂപയാണ്. വില കുറഞ്ഞേക്കുമെന്നുള്ള ഉപഭോക്താക്കളുടെ പ്രതീക്ഷയ്ക്കേറ്റ തിരിച്ചടിയാണ് ഇന്നത്തെ കുത്തനെയുള്ള വില വർധന. ഈ മാസം ആരംഭിച്ചതോടെ വില തുടർച്ചയായി ഇടിഞ്ഞത് ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. കാരണം മെയ് ആരംഭിച്ചതോടെ 1,720 രൂപയാണ് പവന് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 70,000 താഴേക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷ ഉയർന്നു. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 9,025 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,460 രൂപയും. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 108 രൂപയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സ്റ്റേഷനിലെത്തിയവരെ തെരുവ് നായകൾ കടിച്ചു. 2 പേർക്ക് നായയുടെ കടിയേറ്റു. അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പനച്ചവിള, കരുകോൺ സ്വദേശികൾക്കാണ് നായയുടെ കടിയേറ്റത്. ട്രെയിനിൽ കയറുന്നതിനിടെ യാത്രക്കാരെ ട്രാക്കിലേക്ക് വീണു. റെയിൽവേ ജീവനക്കാരന്റെ ഇടപെടലിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ. കൊല്ലം റെയിൽവേ ജംഗ്ഷനിൽ വഞ്ചനാട് എക്സ്പ്രസിൽ കയറുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലം ജില്ലയിലെ പ്രഥമ കുടുംബശ്രീ പ്രീമിയം കഫേ ഉദ്ഘാടനം ചെയ്തു. എല്ലാവിധ സൗകര്യങ്ങളോടുമുള്ള വലിയ ഭക്ഷ്യശാല ശൃംഖല ആരംഭിക്കുക ലക്ഷ്യം. പന്മന വെറ്റമുക്കിലാണ് പ്രീമിയം കഫേ ആരംഭിച്ചത്. റേഷൻ കടക്കാരുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. 100 കിലോ വരെ സ്റ്റോക്ക് വ്യത്യാസത്തിന് പിഴ ചുമത്തില്ല. ഉത്തരവ് ഉടൻ ഇറങ്ങും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.